ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ അർത്ഥത്തിലുള്ള ഇടപെടലും പോരാട്ടവും ഞങ്ങൾ നടത്തും. അതിന് ഇനി പോലീസല്ല, പട്ടാളല്ല, അതിനപ്പുറത്ത് അമീർ ഷായുടെ എല്ലാ ഫോഴ്സ് വന്നാലും ഇവിടെ നടക്കില്ല. ഈ പരിപ്പൂടെ വേവില്ല, ഉറപ്പാണ്. തൃശൂരിലെ മണലൂർ നിയോജക മണ്ഡലത്തിലെ വാടാനപ്പള്ളിയിൽ സ്വകാര്യ ഗോഡൌണിൽ വോട്ടിന് വേണ്ടി കിറ്റ് തയ്യാറാക്കിയെന്ന ആരോപണം ശക്തമാവുകയാണ്. തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് BJPയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ കിറ്റ് തയ്യാറാക്കുന്നുവെന്നാരോപിച്ച് UDF പ്രവർത്തകർ കേന്ദ്രം വളയുകയായിരുന്നു. പിന്നാലെ LDF പ്രവർത്തകരും സ്ഥലത്തെത്തി. UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകരെത്തിയത്. തുടർന്ന് സ്ഥലത്തെത്തിയ BJP പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഇതിനിടെ TN പ്രതാപനെ പലതവണ പിടിച്ചു തള്ളിയതായും ആരോപണമുണ്ട്. തളിക്കുളത്തെ സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്നുള്ള ചാമ്പ്യൻസ് ട്രേഡേഴ്സ് വാടാനപ്പള്ളി എന്ന സ്വകാര്യ ഗോഡൌണിന് മുന്നിലാണ് പ്രതിഷേധമുണ്ടായത്. മരണാനന്തര സഹായ സമിതിയുടെ പേരിൽ ഇവിടെ നിന്ന് കിറ്റ് വിതരണം ചെയ്തുവെന്നാണ് പ്രധാന ആരോപണം. 4000 കിറ്റുകൾ തയ്യാറാക്കിയതായാണ് കോൺഗ്രസിന്റെ ആരോപണം. സംഭവം അറിഞ്ഞ വാടാനപ്പള്ളി പോലീസും ഇലക്ഷൻ കമ്മീഷൻ സ്ക്വാഡും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണത്തിനെതിരെ സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർക്കും മണലൂർ റിട്ടേണിംഗ് ഓഫീസർക്കും UDFന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് പരാതി നൽകിയിട്ടുണ്ട്. TN പ്രതാപൻ മാധ്യമങ്ങളെ കണ്ട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. 4000 കിറ്റുകൾ കൊണ്ടുപോകാൻ വേണ്ടി 4 വാഹനങ്ങൾ എത്തിയിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. ഒളരിയിൽ ഉണ്ടായതിനേക്കാൾ ഭീകരമാണിത്. 15,000 കിറ്റ് മണലൂരിൽ കൊണ്ടുവന്നു. BJP നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് TN പ്രതാപൻ. സ്ഥാപനവും കിറ്റ് കൊണ്ടുപോയ വണ്ടികളും സീസ് ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ജനാധിപത്യ അവകാശത്തെ BJP വിലക്കെടുക്കുകയാണ്. ഇതിലൊരു കോംപ്രമൈസും ചെയ്യില്ലെന്ന് തുറന്നടിക്കുകയാണ് TN പ്രതാപൻ. BJPയും RSSും സംഘപരിവാറിന്റെയും പ്ലാനാണിത്. പോലീസ് കൂടെ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയാണെന്നുമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉറപ്പ് TN പ്രതാപന്റെ പ്രതിഷേധത്തിന് പിന്നാലെ ഉണ്ടായതാണ്. ഇന്ന് കിറ്റ്, നാളെ പണം വരെ കൊടുക്കാൻ BJP തയ്യാറാവുകയാണ്. എല്ലാ ബൂത്തുകളിലും UDFന്റെ സ്ക്വാഡിനെ നിയോഗിക്കും. ഇനി പോലീസ് വന്നാലും പട്ടാളം വന്നാലും അമിത്ഷായുടെ ഏത് ഫോഴ്സ് വന്നാലും ഇതിവിടെ നടക്കില്ല. ഈ പരിപ്പയുടെ വേവില്ലെന്ന് തറപ്പിച്ചു പറയുകയാണ് TN പ്രതാപൻ. പ്രതികരണം കാണാം. ജനാധിപത്യത്തിലുള്ള ജനങ്ങളുടെ അവകാശത്തെ ചൂഷണം ചെയ്യാനും അത് അട്ടിമറിക്കാനുമാണ് ശ്രമം. അത് എന്ത് വില കൊടുത്ത് ഞങ്ങൾ ചെറുക്കും, അത് എന്ത് വില കൊടുത്ത് ഞങ്ങൾ തടയും. ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള ഇടപെടലും പോരാട്ടവും ഞങ്ങൾ നടത്തും. അതിന് ഇനി പോലീസല്ല, പട്ടാളല്ല, അതിനപ്പുറത്ത് അമീർ ഷായുടെ എല്ലാ ഫോഴ്സ് വന്നാലും ഇവിടെ നടക്കില്ല. ഈ പരിപ്പൂടെ വേവില്ല.